ഹലോ, നമുക്കപ്പോൾ ഹോം മെയ്ഡ് പാനിപ്പൂരി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം നമ്മുടെ പാനി റെഡിയാക്കി എടുക്കാം. കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയിലയും പിന്നെ ഒരു കഷ്ണം ഇഞ്ചി പിന്നെ ആവശ്യത്തിനുള്ള എരിവ്. ഞാനിവിടെ ഒരു മുളക് എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ പച്ചമുളക് ആവശ്യത്തിന് എടുക്കുക. എന്നിട്ട് ഇത് വെള്ളം തൊടാണ്ട് ആദ്യം നന്നായിട്ട് മിക്സിയിലൊന്ന് പേസ്റ്റ് ആക്കി എടുക്കണം. അതിന് ശേഷം ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും അരച്ചെടുക്കുക. അങ്ങനെ നല്ല നൈസായിട്ട് അരച്ചെടുത്തിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് അത് ഒഴിക്കാം. അതിനുശേഷം നമുക്ക് ഇത് അരച്ചെടുത്ത് നമ്മുടെ മിക്സിൻ്റെ ജാറില്ലേ, മിക്സിൻ്റെ ജാറിൽ വെള്ളം ഒഴിച്ചിട്ട് നന്നായി കഴുകി ഇതിനകത്തേക്ക് ഒഴിക്കുക കേട്ടോ. ഇപ്പം നല്ല തിക്ക് പേസ്റ്റായിട്ടാണ് ഇതിരിക്കുന്നത്. അത് നമുക്ക് നല്ല ലൂസാക്കി എടുക്കണം. ഇങ്ങനെ തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ നമുക്ക് പാനിപ്പൂരിയിലേക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് നല്ല വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കി എടുക്കുക. അങ്ങനെ ഈ വാട്ടർ നല്ല ലൂസാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്തേക്ക് ബ്ലാക്ക് സോൾട്ട് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. അത് സോൾട്ട് എത്ര വേണോ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ. പിന്നെ മുളക് പൊടി അല്പം ചേർത്ത് കൊടുക്കാം. അത് എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ കൂടുതൽ ചേർക്കാം. ഞാൻ ഒരിത്തിരിയേ ചേർക്കുന്നുള്ളൂ. പിന്നെ കുറച്ച് ചെറുജീരകം പൊടിച്ചിട്ട് ചെറുജീരകത്തിൻ്റെ പൊടി ചേർക്കാം. പിന്നെ ചാറ്റ് മസാല ഉണ്ടെങ്കിൽ കുറച്ച് ചാറ്റ് മസാല ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. എൻ്റെ അടുത്തിപ്പോൾ ചാറ്റ് മസാല തീർന്നു ഇല്ല, അതുകൊണ്ട് ഞാൻ അത് ചേർക്കുന്നില്ല. ഇത്രയും മസാലപ്പൊടികൾ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് നമ്മുടെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ഒരു അര ചെറുനാരങ്ങേൻ്റെ നീര് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറുനാരങ്ങേൻ്റെ നീരും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ ഫസ്റ്റത്തെ പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വെക്കാം. പിന്നെ രണ്ടാമത്തെ പാനിക്ക് വേണ്ടി ഞാനിവിടെ പുളിവെള്ളം എടുത്തിട്ടുണ്ട്. നമ്മുടെ വാളംപുളിയില്ലേ, വാളംപുളി വെള്ളത്തിൽ കുറച്ച് നേരം കുതിർത്താനിട്ടതിന് ശേഷം അത് നന്നായി പിഴിഞ്ഞ് വെള്ളം കൂട്ടിയെടുക്കുക. അതിനകത്തേക്ക് ഒരു കഷ്ണം ശർക്കരയും കുറച്ച് ബ്ലാക്ക് സോൾട്ടും ഇച്ചിരി മുളക് പൊടിയും കുറച്ച് ജീരകപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മസാലകളൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ. എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ എരിവ് കൂടുതൽ എടുക്കാം. അങ്ങനെ നമുക്ക് എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനകത്തേക്കും ചാറ്റ് മസാല ഉണ്ടെങ്കിൽ നമുക്ക് അല്പം ആഡ് ചെയ്താൽ നല്ലതാണ് കേട്ടോ. അപ്പം ഞാൻ അതില്ലാത്തതുകൊണ്ട് ഇതിനകത്തും അത് ആഡ് ചെയ്യുന്നില്ല. ഇത്രയും ഇട്ടതിന് ശേഷം അത് നന്നായി മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. അപ്പം നമ്മുടെ 2 പാനികൾ ഇവിടെ റെഡിയായി. നമുക്കിനി പൂരി റെഡിയാക്കി എടുക്കാം. പൂരി ഞാൻ റെഡിമെയ്ഡ് വാങ്ങിയതാണ് കേട്ടോ. അത് എന്നിട്ട് എണ്ണയിലിട്ടിട്ട് നന്നായിട്ട് പൊള്ളച്ച് വരുന്നുണ്ട്. എണ്ണയിലിട്ട് വറുത്തെടുക്കുവാണ് നമ്മുടെ പൂരി. ഞാൻ ഫസ്റ്റ് ഒരെണ്ണം ഇങ്ങനെ അധികം അങ്ങ് ഫ്രൈ ആകാണ്ട് എടുത്തിട്ടോ, എന്നിട്ട് കോരി വെച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ അതങ്ങ് ബോളങ്ങ് ചുങ്ങി അങ്ങ് പോകുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, പിന്നെ ഇത് ഇച്ചിരി ഇങ്ങനെ ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നിടം വരെ തന്നെ നന്നായിട്ട് അങ്ങ് ഫ്രൈ ചെയ്തു. അങ്ങനെ എടുക്കുമ്പോൾ ഇത് ചുങ്ങിപ്പോകത്തില്ല കേട്ടോ. ഞാൻ സാധാരണ എപ്പോഴും എടുക്കുന്ന അങ്ങനെ ഗോൾഡൻ ബ്രൗൺ കളറിലായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ വിചാരിച്ചു അന്ന് അത്രയ്ക്ക് അങ്ങ് ക്രിസ്പ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് കുറച്ചെടുത്തതാണ്. പക്ഷേ അത് പറ്റത്തില്ല. ഈ ഒരു സ്റ്റേജിൽ തന്നെ നമ്മൾ എടുക്കണം. അപ്പോൾ നമ്മുടെ പൂരി ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ റെഡിമെയ്ഡ് ആയിട്ട് സെപ്പറേറ്റ് പൂരി ഞാൻ വാങ്ങിയതാണ്. അപ്പം അത് ഒരുപാട് പൂരി ഉണ്ട് അതിനകത്ത് കേട്ടോ. ഞാൻ ആവശ്യത്തിന് കുറച്ചെടുത്തിട്ട് ഞാൻ ഫ്രൈ ചെയ്തെടുത്തതാണ്. പിന്നെ അതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ വെള്ളക്കടലയും പുഴുങ്ങി പൊടിച്ച്, പിന്നെ ഒരു സവോള അരിഞ്ഞെടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് മിക്സ്ചർ ഇതിനകത്തേക്ക് വേണ്ട ഇത്രയും റെഡിയാക്കി വെച്ചു. അപ്പോൾ കിച്ചു വന്നു, എല്ലാം മിക്സ് ചെയ്യുകയാണ്. നമ്മുടെ പൂരീൻ്റെ ഉള്ളിലേക്ക് നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഉപ്പിട്ട് പുഴുങ്ങി പൊടിച്ച ഉരുളക്കിഴങ്ങും വെള്ളക്കടലയും അതുപോലെ തന്നെ നമ്മുടെ ഉള്ളി പിന്നെ മിക്സ്ചർ ഇത്രയും ഇട്ടു. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയിലയും കൂടി അരിഞ്ഞ് തൂവിയാൽ നല്ലതാട്ടോ. എന്നിട്ട് പൂരിയിലേക്ക് നമ്മുടെ 2 പാനികളും ഒഴിച്ചു. കിച്ചു കഴിച്ച് നോക്കുന്നുണ്ട്. എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റാണ്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു നോക്കാം. നന്നായിട്ടുണ്ടെന്ന് കിച്ചു പറഞ്ഞു. ഇത് വേറൊരാളിവിടെ പൂരിക്ക് വേണ്ടി അടി പിടിച്ചിട്ട് പൂരി വാങ്ങിയിട്ട് കണ്ടോ, പെന്നും കൊണ്ടിരുന്ന് തുളക്കിയാണ് അവൻ്റെ പൂരി. മിക്കവാറും തുളച്ചതിന് ശേഷം മസാല നിറയ്ക്കാൻ വരുമെന്ന് തോന്നുന്നു. അവസാനം ശ്രമം വിജയിച്ചു കേട്ടോ. തുള വീണു പൂരിയിൽ. കിച്ചു കഴിച്ച് നല്ലതാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഏതായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ്. സാധാരണ എപ്പോഴും റെഡി മിക്സ് പാക്ക് വാങ്ങി ഉണ്ടാക്കുന്നതുകൊണ്ട് അതിൻ്റെ പാനികൾ രണ്ടും ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇത് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ പാനിയല്ലേ, അപ്പോൾ എങ്ങനെയുണ്ടെന്ന് അറിയണമല്ലോ. അപ്പോൾ ഇതെല്ലാം അതിനകത്ത് നിറച്ച്
പാനി രണ്ടും കൂടി ഒഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ പാനി ഒഴിച്ച് ഞാനിനി ഇതാ വായിലേക്ക് വെക്കാൻ പോവുകയാണ്. എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്ന് നോക്കട്ടെ. കൊള്ളാട്ടോ. എന്തായാലും ഫ്ലോപ്പായി പോയില്ല, നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഞങ്ങളെല്ലാവരും കൂടി അങ്ങ് ഇരുന്ന് കഴിക്കാമെന്നങ്ങ് തീരുമാനിച്ചു. സാധാരണ റെഡിമിക്സ് ഒക്കെ വാങ്ങുമ്പോൾ ഞങ്ങൾ 2 പ്രാവശ്യമായിട്ടാണ് ഉണ്ടാക്കട്ടെ. അപ്പോൾ കുറച്ച് ഉണ്ടാവുള്ളൂ. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലാണ്ട് സെപ്പറേറ്റ് ഉണ്ടാക്കിയതുകൊണ്ട് ഇഷ്ടം പോലെ പൂരിയൊക്കെ ഉണ്ട്. എല്ലാവരും നല്ല ആർഭാടമായിട്ട് കുമ്മാന്നും പറഞ്ഞ് കഴിച്ചുകൊണ്ടിരിക്കുക. കിച്ചാനും കഴിച്ചു നോക്കി നല്ലതായിരുന്നു എന്ന് പറഞ്ഞു. കിച്ചു ഇവിടെ ഒരു കയ്യിൽ 2 എണ്ണമൊക്കെ എടുത്ത് വെച്ചിട്ടാണ് കഴിക്കുന്നത്. കാരണം ഒറ്റ ട്രിപ്പിൽ തന്നെ 2 എണ്ണം നിറച്ചിട്ട് TV കാണാൻ പോകും. അത് കഴിച്ച് കഴിയുമ്പോൾ ഇതാ വരുന്നുണ്ട്, വീണ്ടും അടിച്ചത് നിറച്ചുകൊണ്ട് വീണ്ടും TV കാണാൻ പോകും. ഇതാണ് ഇവിടെ നടക്കുന്ന കലാപരിപാടി. ഞാൻ വെച്ചാൽ ഇവിടെ സ്വസ്ഥമായി ഇരുന്ന് അത് ഫില്ല് ചെയ്ത് കഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. നന്നായിട്ടുണ്ട്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കി, ഫ്ലോപ്പാവില്ല എന്ന് ഉറപ്പാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. നമ്മൾ കാണുമ്പോൾ വിചാരിക്കും ഇതൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കുന്നത്. പക്ഷേ നല്ല ഈസി ആയിട്ട്, ഇത്ര ഈസി ആയിട്ട് തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കി എടുക്കാൻ പറ്റും. ഞങ്ങൾ ഇങ്ങനെ ഫില്ല് നിറച്ച് ഫില്ല് ചെയ്ത് കഴിച്ചുകൊണ്ടേ ഇരിക്കട്ടെ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ ബൈ ബൈ, സീ യു.